ഇന്നത്തെ ടോപ്പിക് ഒരുപാട് പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയെ കുറിച്ചാണ്. വെപ്പ് പല്ല് വെക്കുക, അല്ലെങ്കിൽ സെറ്റ് വെക്കുക, കംപ്ലീറ്റ് ഡെഞ്ചർ വെക്കുക എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഈ സെറ്റ് പല്ല് വെക്കുന്നതിന് ശേഷം ഒരുപാട് കംപ്ലൈൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പേഷ്യൻസ് പറഞ്ഞു കേൾക്കാറുണ്ട്. സോ ഇന്നത്തെ ഈ ടോപ്പിക്കില് ഈ ബുദ്ധിമുട്ടുകൾ, ഈ കംപ്ലൈൻസ് സാധാരണയായി കേട്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പുതിയ ചെരുപ്പിടുമ്പോൾ അത് തുടക്കത്തിൽ കുറേ അധികം ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഷൂ ബൈറ്റുകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ കാലിന് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് വെക്കുന്നത്. ഇതുമായി പൊരുത്തപ്പെടാൻ നമ്മൾ ഒരു ടൈം എടുക്കും. ഇതിനെ നമ്മൾ ബ്രേക്കിംഗ് ഇൻ ടൈം എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് ഓരോ വ്യക്തികളിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ചിലവരിൽ അത് കുറച്ച് മാസങ്ങളായിരിക്കും, ചിലവരിൽ അത് ദിവസങ്ങളായിരിക്കും, ചിലവരിൽ ഒരു ഏകദേശം ഒരു വർഷമൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. സോ അപ്പോ ഇതിനെ ക്ഷമയോടെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് മന്ത്രം. ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ഒരു പേഷ്യൻസും കംപ്ലീറ്റ് ഡെഞ്ചർ ആയിട്ട് കംഫർട്ടബിൾ ആകി. തെറ്റ് പല്ല് വെക്കുമ്പോൾ ആദ്യം തോന്നുന്ന ഒരു ഫസ്റ്റ് കംപ്ലൈന്റ് എന്തെന്നാൽ വായിൽ കുമിഞ്ഞുകൂടുന്ന ഉമിനീരാണ്. ഈ ഫീലിംഗ് വളരെ നോർമലാണ്. ഇത് കുറച്ചു നേരത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് വെച്ചതിന് ശേഷം സംസാരിക്കുമ്പോൾ ഉച്ചാരണം അത്ര കറക്റ്റ് അല്ലാത്തതായിട്ട് ചിലർ പറയുന്നുണ്ട്, വാക്കുകൾ പറയുമ്പോൾ. ഇതിന് നമ്മൾ പരിഹാരമായി പറയുന്ന കാര്യം എന്തെന്നാൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബുക്കുകളൊക്കെ ഉറക്കെ വായിക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതൊരു പ്രാക്ടീസ് ആണ്. കാരണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത കംപ്ലൈന്റ് ആഹാരം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത്രയും പൈസയും കൊടുത്ത് രുചിയുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മുറുക്ക്, ചിപ്സ് എന്നിങ്ങനെയുള്ള ഹാർഡ് ഫുഡുകൾ ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ആദ്യം കഴിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ അഥവാ നേരത്തെ സെറ്റ് വെച്ച് ഇപ്പൊ പുതിയ സെറ്റ് വെച്ച ഒരാളാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഫസ്റ്റിലെ കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൾട്ട് ആയ ഒരു ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ ഒരു ചിന്ത ഉപേക്ഷിക്കും. രണ്ടാമത്തെ കാര്യം, സോഫ്റ്റ് ആയിട്ടുള്ളത് ചരച്ച് കഴിക്കുക. അതും രണ്ട് സൈഡ് ഉപയോഗിച്ച് ടൈം എടുത്ത് ചവച്ചരച്ച് കഴിക്കുക. രണ്ട് സൈഡ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സെറ്റ് ഒരു വള്ളം പോലെയാണ്. നമ്മൾ ഒരു സൈഡ് ചവയ്ക്കുമ്പോൾ മറ്റേ സൈഡ് പൊള്ളും. സോ രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് തന്നെ കഴിക്കാൻ പഠിക്കുക, ശ്രമിക്കുക, അത് പഠിക്കുക. ഇതെല്ലാം നമ്മൾ പഠിച്ചു വരുന്നതനുസരിച്ചാണ്. അടുത്ത കാര്യം, നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഒരു സെറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കാലപ്പഴക്കം വന്ന് നിങ്ങളിപ്പോൾ ഒരു പുതിയ സെറ്റിലേക്ക് മാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും പുതിയ സെറ്റ് അല്ലാതെ പഴയ സെറ്റ് എത്ര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ പേശികൾ, നമ്മുടെ മസിൽസ് ഇപ്പോൾ പഴയ സെറ്റുമായിട്ടാണ് പഴകിയിരിക്കുന്നത്. അപ്പം പുതിയ സെറ്റ് വെക്കുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു അഡ്ജസ്റ്റ്. ഒരു സംശയവും വേണ്ട. അപ്പൊ പുതിയ സെറ്റ് കംഫർട്ടബിൾ അല്ല എന്ന് കരുതി നമ്മൾ പഴയ സെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും നമുക്ക് പുതിയ സെറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആകാനേ സാധിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ടൈം എടുക്കുകയും ചെയ്യും. സോ ഇനി അടുത്തത്, നമ്മൾ എങ്ങനെ സെറ്റിനെ വൃത്തിയായി സൂക്ഷിക്കാം, അതിനെ ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. പല്ല് സെറ്റ് നമ്മൾ സാധാരണയായിട്ട് നോർമൽ വെള്ളത്തിൽ ഒരു തിരികടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കാനാണ് പറയുന്നത്. ഈ സെറ്റ് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കാനോ പാടുള്ളതല്ല. കുറച്ച് അണുക്കളൊക്കെ ചത്തു പോട്ടെ എന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് മാറുന്നതായിരിക്കും. അങ്ങനെ വെക്കുമ്പോൾ ഇത് ഫിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഡെഞ്ചർ ക്ലെൻസിങ് ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അത് വൺസ് ഇൻ എ വൈൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ മോർണിംഗ് ആൻഡ് നൈറ്റ് സോപ്പും വെള്ളവും ഇട്ട് നല്ലപോലെ ഡെഞ്ചർ ക്ലീൻ ആയി സൂക്ഷിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇനി ഇതിനോടൊപ്പം വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയട്ടെ. ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കിതിനെ പരിഹരിക്കാൻ പറ്റും. നമ്മൾക്ക് ഇംപ്ലാന്റിന്റെ സഹായത്താൽ ഫിക്സഡ് ആയിട്ടുള്ള സെറ്റ് വെക്കാൻ പറ്റും. ഇത് നമ്മുടെ സാധാരണ സെറ്റിനേക്കാൾ സ്റ്റെബിലിറ്റിയും ഉറപ്പും കൂടുതൽ കൊടുക്കും. ഓക്കെ, ഇത് ചെയ്യുന്നതിന് കുറച്ച് ടെസ്റ്റുകൾ ആവശ്യമാണ്. അതേപോലെ തന്നെ സാധാരണ ചെയ്യുന്ന സെറ്റിനേക്കാൾ അല്പം കൂടി ചിലവേറിയതാണ് ഈ സെറ്റ് വെക്കുന്ന രീതി.
പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയും അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് ഇത് തികച്ചും ഒരു വർത്ത് ആയ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ സമീപിക്കാം. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയണം. കംപ്ലീറ്റ് ഡെഞ്ചർ വെക്കാനായിട്ട് വരുന്ന പേഷ്യൻസിന്റെ ഒപ്പം ഉറപ്പായും ഒരു ബൈസ്റ്റാൻഡർ അത്യാവശ്യമാണ്. കാരണം അവരുടെ ശാരീരികവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകാൻ സാധിക്കില്ല. സോ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ ഈ സെറ്റ് വെക്കുമ്പോൾ എല്ലാം ഓക്കെ ആകും എന്ന ഒരു സാങ്കല്പിക ലോകം, അത് വെറും ഒരു സാങ്കല്പിക ലോകമാണ്. അതിൽ നിന്ന് നമുക്ക് അവരെ റിയാലിറ്റിയിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ഈ ബൈസ്റ്റാൻഡേഴ്സിന് സാധിക്കും. അങ്ങനെ പല്ലില്ലാത്തവർക്കും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമുക്ക് പഴയ പോലെ തന്നെ സെറ്റ് വെച്ചുകൊണ്ടും നമുക്ക് നല്ല പോലെ മനസ്സ് തുറന്ന് ചിരിക്കാനാകട്ടെ. അടുത്ത ലക്കം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ